ഹായ്, ഇന്ന് നമ്മൾക്ക് നോക്കാം രണ്ട് എക്സ്പ്രഷൻസ്. എല്ലാ ദിവസവും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസാണ് ഈ രണ്ട് എക്സ്പ്രഷൻസും. അത് മറ്റൊന്നുമല്ല, ഐ ഡോണ്ട് നീഡ് ടു എന്നതും ഐ വോണ്ട് നീഡ് ടു എന്നതുമാണ്. എന്താണ് ഐ ഡോണ്ട് നീഡ് ടുവും ഐ വോണ്ട് നീഡ് ടുവും? എപ്പോഴൊക്കെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ രണ്ട് പേര് തമ്മിൽ രണ്ട് വീട്ടമ്മമാർ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ചില വീടുകളിൽ വീട്ടമ്മമാർ തമ്മിൽ സംസാരിക്കാറുണ്ട്, രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഒരു പരിസരത്തെ അയലത്തെ ഒരു അമ്മയും ഈ വീട്ടിലുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവർ വന്ന് കയറിയവർ ചോദിക്കുവാണ് ഇവരടുത്ത്, നിനക്ക് ആഹാരം പാചകം ചെയ്യണ്ടയോ? കാരണം നീ സാധാരണ ഈ സമയത്ത് ഉച്ചയ്ക്കുള്ള ആഹാരങ്ങളെല്ലാം നീ പാചകം ചെയ്യുന്നതാണല്ലോ, അപ്പം നിനക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലേ, നിനക്കൊന്നും ചെയ്യണ്ടയോ? അപ്പോൾ അവർ പറയണം, ഇല്ല, ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യണ്ട. ആ ഒരു സാഹചര്യം, അതാണ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അതായത് അങ്ങനെ പറയണമെങ്കിൽ, അതായത് ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യണ്ട, ഐ ഡോണ്ട് നീഡ് ടു കുക്ക്, എനിക്ക് ആഹാരം പാചകം ചെയ്യണ്ട, കാരണം ഞാൻ ഐ ഓൾറെഡി ഡിഡ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ഹാവ് ഡൺ ഇറ്റ്, ഞാനത് ചെയ്ത് കഴിഞ്ഞു, ഐ ഓൾറെഡി ഡിഡ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ഹാവ് ഡൺ ഇറ്റ് എന്ന് പറയാം. ഇതാണ് ഐ ഡോണ്ട് നീഡ് ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം എനിക്ക് ചെയ്യണ്ട, ഞാൻ ചെയ്ത് കഴിഞ്ഞു, ഐ ഡോണ്ട് നീഡ് ടു കുക്ക്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ പോകണ്ട, ഞാൻ പോയിട്ട് വന്നു. ഇപ്പോൾ അപ്പുറത്ത് എന്തെങ്കിലും വിശേഷമുണ്ട്, ആ വിശേഷത്തിന് നീ പോകുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഐ ഡോണ്ട് നീഡ് ടു ഗോ, എനിക്ക് പോകണ്ട, ഞാൻ പോയിട്ട് വന്നു. ഐ ഓൾറെഡി വെൻറ്റ്, ഐ ഹാവ് ഗോൺ ദെയർ, ഞാൻ പോയി, അതുകൊണ്ട് എനിക്ക് പോകണ്ട. അപ്പം ഓൾറെഡി ഞാൻ പോയി, അതുകൊണ്ട് ഇപ്പം പോകണ്ട. അതാണ് ഐ ഡോണ്ട് നീഡ് ടു. നീ അത് വാങ്ങിക്കുന്നില്ലയോ, നീ പച്ചക്കറികൾ വാങ്ങിക്കുന്നില്ലയോ? അത് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു, അപ്പോൾ ഇപ്പം വാങ്ങിക്കുന്നില്ല. ഐ ഡോണ്ട് നീഡ് ടു ബൈ, ഇപ്പം എനിക്ക് വാങ്ങിക്കണ്ട, ഐ ഓൾറെഡി ബോട്ട് ഇറ്റ്, ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു, ഐ ഹാവ് ഓൾറെഡി ബോട്ട് ഇറ്റ്, ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു. ഇതാണ് ഐ ഡോണ്ട് നീഡ് ടു എന്ന എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഒരു എക്സ്പ്രഷനാണ് ഐ വോണ്ട് നീഡ് ടു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, രണ്ട് വീട്ടമ്മമാരിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ പുറത്തോട്ടൊരു 1 മണിക്ക് ഞങ്ങൾ പുറത്ത് ഇങ്ങനെ ഒരു പർച്ചേസിങ്ങിന് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? അപ്പോൾ ഇവർ പറഞ്ഞു, ഞാനും വരാമല്ലോ. അപ്പോൾ അവർ പെട്ടെന്ന് തിരിച്ചു ചോദിക്കണം, അല്ല, നിനക്ക് 1 മണിയാകുമ്പോൾ വീട്ടിൽ ആഹാരമൊക്കെ വെക്കണ്ടേ, നിനക്ക് ജോലി ഇല്ലയോ 1 മണിക്ക്? അതായത് ഇപ്പോഴത്തെ കാര്യമല്ല, ഈ ജോലി നടക്കാൻ പോകുന്നത്, ഇവർ പറയുന്ന ജോലി ഉച്ചയ്ക്കാണ്, 12 മണി 12:30ക്കുള്ള കാര്യമാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് 10 മണിക്കാണ്, നടക്കാൻ പോകുന്ന ഈ കാര്യം 12 മണിക്കാണ്. ഉച്ചയ്ക്കത്തെ ആഹാരം പാചകം ചെയ്യാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ 11:30 12 മണിക്കാണ് തുടങ്ങുന്നത്. ആ നേരമാണ് അവർ പുറത്തേക്ക് പോകാൻ വിളിക്കുന്നത്. അപ്പോൾ ഇവർ പോകാനായിട്ട് തയ്യാറായി എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് ചോദിക്കുവാണ്, നിനക്ക് ആ സമയത്ത് ആഹാരം പാചകം ചെയ്യണ്ടേ? അപ്പോൾ ഇവർ തിരിച്ച് പറയുമ്പോഴാണ് നമ്മൾ പറയുന്ന ഈ എക്സ്പ്രഷൻസ് പറയേണ്ടത്. അതായത് ഐ വോണ്ട് നീഡ് ടു കുക്ക്, ഐ വോണ്ട് നീഡ് ടു കുക്ക്, എനിക്ക് അന്നേരം പാചകം ചെയ്യണ്ട, ഐ ഓൾറെഡി ഡിഡ് ഇറ്റ്. കാരണം എനിക്ക് ആ നേരം, ഇനി വരാൻ പോകുന്ന 12:30 ചെയ്യണ്ട, ഇപ്പോഴല്ല, ജോലി 12:30 അല്ലെങ്കിൽ 11 മണിക്കാണ്, ആ സമയത്ത് എനിക്ക് ചെയ്യണ്ട. ഐ വോണ്ട് നീഡ് ടു കുക്ക് ബിക്കോസ് ഐ ഓൾറെഡി ഡിഡ് ഇറ്റ്, ഐ ഹാവ് ഡൺ ഇറ്റ്. അപ്പം നീ അങ്ങോട്ട് വരുന്നുണ്ടോ? ആ 12 മണിക്ക് നീ വരുന്നുണ്ടോ? ഐ വോണ്ട് നീഡ് ടു ഗോ, എനിക്ക് പോകണ്ട, കാരണം ഞാൻ പോയി, ഐ വോണ്ട് നീഡ് ടു ഗോ. എനിക്ക് വാങ്ങിക്കണ്ട, ഐ ഡോണ്ട് നീഡ് ടു ബൈ, കാരണം ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞു. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ രണ്ട് എക്സ്പ്രഷനും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് നോക്കുക. ഇത് വളരെ അത്യാവശ്യമായിട്ട് എപ്പോഴും നമ്മൾ കൂടെ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. നിങ്ങൾ നല്ല രീതിയിൽ പല സിറ്റുവേഷനിലും വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അതുപോലെ നമ്മൾ വെക്കേഷൻ ക്ലാസ് തുടങ്ങുന്നുണ്ട്, കോളേജ് ജംഗ്ഷനിൽ വെച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെക്കേഷൻ ക്ലാസ്സിൽ സമയമുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ രീതിയിലുള്ള കോളേജ്, സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും, പുറത്തേക്ക് പോകാനായിട്ട് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പഠിക്കാവുന്നതാണ്. ഓക്കെ. അതിനോടൊപ്പം കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ ചേർന്നുള്ള ഒരു കോഴ്സായിട്ട് നമ്മളൊരു പാക്കേജ് ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.